ഇന്നത്തെ ഏറ്റവും പുതിയ പ്രേമലു ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിലെ ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ ഒരു റൊമാൻറ്റിക് കോമഡി എന്റർടൈനർ സിനിമയാണല്ലോ പ്രേമലു. നെസ്ലിൻ, മമിത ബൈജു കൂട്ടുകെട്ടിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഇപ്പോഴത്തെ നമ്മുടെ പ്രേക്ഷകർ, പ്രത്യേകിച്ച് യുവതി യുവാക്കൾ, അതോടൊപ്പം തന്നെ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നാണ് ഇന്നത്തെ ഞായറാഴ്ച ദിവസത്തെ സിനിമയുടെ 3-ാം ദിവസത്തെ ബോക്സ് ഓഫീസ് ട്രാക്കിംഗ് കളക്ഷൻ നോക്കുമ്പോൾ, എസ്റ്റിമേറ്റ് കണക്കുകൾ നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. ഭാവന സ്റ്റുഡിയോസിന്റെ ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത പ്രേമലു എന്ന സിനിമയ്ക്ക് ഇന്നലത്തേക്കാൾ, അതായത് ശനിയാഴ്ച ദിവസത്തേക്കാൾ ഒരുപാട് മുകളിലാണ് കേരള ട്രാക്കിംഗ് കളക്ഷൻ. ഇന്നലെ ഇതേ സമയം 96 ലക്ഷത്തിൽ പരമായിരുന്നു കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്നത് 1,56 ലക്ഷത്തിന് മുകളിലാണ്. അപ്പോൾ ഇന്നലെ 2 കോടിക്ക് മുകളിലാണ് കേരള ഗ്രോസ് സിനിമ നേടിയെടുത്തതെങ്കിൽ ഞായറാഴ്ച ദിവസമായ സിനിമയുടെ 3-ാം ദിവസം അത് 3 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെടാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. അങ്ങനെയെങ്കിൽ ആകെ 3 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 6 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമയുടെ ഗ്രോസ് കളക്ഷൻ കിടക്കുന്നതാണ്. ആദ്യ ദിവസം മാത്രം 96 ലക്ഷം, 2-ാം ദിവസം 2 കോടിക്ക് മുകളിൽ, 3-ാം ദിവസം 3 കോടിക്ക് മുകളിൽ എന്നിങ്ങനെ കളക്ഷൻ നേടാനായിട്ടിരിക്കുന്ന പ്രേമലു എന്ന സിനിമയ്ക്ക് എല്ലാ തരത്തിലും മിന്നും തുടക്കമാണ് ബോക്സ് ഓഫീസിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷൻ 10 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ തിങ്കളാഴ്ച വൈകിട്ടോടെ, അതല്ലെങ്കിൽ രാത്രിയോടെ മാത്രമേ കൃത്യമായ വേൾഡ് വൈഡ് ഫിഗേഴ്സ് പുറത്തു വരികയുള്ളൂ. അപ്പോൾ അടുത്തൊരു മലയാളം ലോ ബഡ്ജറ്റ് സിനിമയുടെ വലിയ വിജയത്തിലേക്ക് പോകുന്ന സിനിമയായിട്ട് പ്രേമലു മാറാനായിട്ടിറങ്ങുകയാണ്. വാലന്റൈൻ ദിനത്തിലെല്ലാം തന്നെ വലിയ ബുക്കിംഗ് എല്ലാം തന്നെ നാം പ്രതീക്ഷിക്കുന്നു. ഇന്നേ ദിവസം അവധി ദിവസം ഞായറാഴ്ച മാത്രം വമ്പൻ ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസ് ആണ് കേരളത്തിൽ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലെ കാര്യം ഏറെക്കുറെ ഉറപ്പിക്കാം. കാത്തിരിക്കൂ കൂടുതൽ പ്രേമലു ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം.